ഹായ് മക്കൾസ്. അപ്പോൾ നമ്മുടെ എക്സാമുകൾക്കൊക്കെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലാതെ നമുക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഒരു ടേബിളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. കാൽക്കുലേഷൻ ഓഫ് TFC, TC, AFC, AVC, AC, MC ഇതെല്ലാം എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം ആൻസർ കറക്റ്റ് ആണോ നോക്കിയാൽ മതി. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഓരോന്നും എഴുതി വെച്ച് കൃത്യമായിട്ട് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് പെട്ടെന്ന് പഠിച്ചു പോകണം. ഇനി ഇങ്ങനെ ഒരുത്തൻ നമ്മുടെ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകാനായിട്ട് ഇടവരരുത്. ഓക്കെ, അപ്പോൾ അതേ ലെവലിൽ ശ്രദ്ധിച്ച് ചെയ്തേക്കുക. അപ്പോൾ ഒന്നാമത്തെ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തത് TFC എത്രയാണെന്നുള്ളത്. TFC ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് 10. അപ്പോൾ ആദ്യത്തത് 10 ആണെന്ന് കിട്ടി. ആദ്യത്തത് 10 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ TFC പിന്നെ അങ്ങോട്ട് എല്ലാവരും എന്ത് തന്നെയായിരിക്കുള്ളൂ, 10 തന്നെയായിരിക്കുള്ളൂ. അപ്പോൾ TFC എല്ലാം നമുക്ക് കിട്ടി 10 10 10 10. അപ്പോൾ ഫസ്റ്റത്തെ കോളം അവിടെ കഴിഞ്ഞു. TC എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TC കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷനാണ് അവിടെ നമ്മുടെ TFC പ്ലസ് TVC എന്നുള്ളത്, TC കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും TC ആദ്യത്തെ എത്ര ആയിരിക്കുള്ളൂ, അവിടെ 10 ആയിരിക്കുള്ളൂ. അടുത്തത് 30 ആയിരിക്കുള്ളൂ, 20 + 10 30. അടുത്തത് 30 + 10 40. അതേപോലെ ഇവിടെ 60 വരും, ഇവിടെ 90 വരും, ഇവിടെ 110 വരും. ഇനി അടുത്തത് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഹെഡിങ് ആണ് AFC എന്ന് പറയുന്നത്. AFC കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. AFC കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് AFC = TFC / Q എന്നുള്ളത്. TFCയെ ഈ പറയുന്ന Q കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഈ പറഞ്ഞ TFCയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യത്തത് നില്ലായിരിക്കും. അടുത്തത് ഈ പറഞ്ഞ 10 / 1 10 തന്നെയായിരിക്കും. 10 / 2 അവിടെ 5 ആയിരിക്കുള്ളൂ കിട്ടുന്നത്. അടുത്തത് 10 / 3 3.3 ആയിരിക്കും. അടുത്തത് 2.5ഉം അടുത്തത് ഇതേപോലെ 2ഉം ആയിരിക്കുള്ളൂ കിട്ടുന്നത്. സോ AFC വരെ ക്ലിയർ അല്ലേ? ഇനി AVC കണ്ടുപിടിക്കാനായിട്ടും ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ AFC പറഞ്ഞതുപോലെ AVC സ്വന്തമായിട്ട് ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കി കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും അത് വന്നിട്ടുണ്ടാകും. എടാ AFC കണ്ടുപിടിക്കാനായിട്ട് TFC/Q ആണെങ്കിൽ AVC കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, TVC / Q ചെയ്താൽ പോരെ എന്നുള്ളത്. സെയിം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതി വെക്കാം. AVC കണ്ടുപിടിക്കാനായിട്ട് അവിടെ TVC / Q ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ അത് പ്രകാരം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തത് നില്ലായിരിക്കും. രണ്ടാമത്തത് 20/1 20 തന്നെ ആയിരിക്കും. അടുത്തത് TVC 30 ആണ്. 30 / 2 ചെയ്ത് കഴിയുമ്പോൾ 15 ആയിരിക്കും. അതേ ഓർഡറിൽ ചെയ്ത് പോകുമ്പോൾ അടുത്തത് 16.67, അടുത്തത് 20, ഏറ്റവും ലാസ്റ്റ് 100 / 5 അവിടെ 20 കിട്ടും. AVC ക്ലിയർ ആണല്ലോ. അപ്പോൾ AVCയും നല്ല അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്തത് കണ്ടുപിടിക്കാനായിട്ടുള്ളത് AC ആണ്. AC നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് അവിടെ TC / Q എന്നുള്ള ലെവലിൽ നമുക്ക് നോക്കാം. അപ്പോൾ TC / Q എന്നുള്ളൊരു ഇക്വേഷനിൽ ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, TC / Q എന്നുള്ളൊരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്തു നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ TC ആദ്യത്തത് എന്തായാലും നില്ലായിരിക്കുള്ളൂ. രണ്ടാമത്തത് 30 / 1 30 ആയിരിക്കുള്ളൂ. അടുത്തത് 15 TC, അടുത്തത് 40 / 2, അടുത്തത് 20 ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ ഓരോന്നും ചെയ്ത് പോകുമ്പോൾ അടുത്തത് നമുക്ക് 20 കിട്ടും, അടുത്തത് 22.5 കിട്ടും, ഏറ്റവും ലാസ്റ്റ് 22 കിട്ടും. അപ്പോൾ AC നമുക്ക് ഈ ഒരു റിലേഷനിൽ വേറൊരു രീതിയിലും കൂടെ കണ്ടുപിടിക്കാം. എങ്ങനെയായിരിക്കുള്ളൂ, AFCയും AVCയും കൂടെ കൂട്ടുന്നതല്ലേ AC എന്ന് പറയുന്നത്. അപ്പോൾ TC/Q അല്ലാതെ AFCയും AVCയും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, നമുക്കവിടെ AC എന്ന് പറയുന്ന സംഭവം അവിടെ കിട്ടും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ പറഞ്ഞ 10 + 20 അതല്ലേ 30, 5 + 15 ഇതല്ലേ 20 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 + 20 അവിടെ 30, 5 + 15 അവിടെ 20. ഇതേ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഉള്ള ഒരുത്തനാണ് അവിടെ MC എന്ന് പറയുന്നത്. MC കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. TCN
ഡിവൈഡഡ് ബൈ TCN-1 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട, നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ആ സംഭവം കണ്ടുപിടിക്കാം. ഈ TCയുടെ ഡിഫറൻസ് എടുത്ത് എന്ത് ചെയ്താൽ മതി, അവിടെ കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തത് എപ്പോഴും നില്ലായിരിക്കും, അടുത്തത് TCN-1 അല്ലേ, അടിയിലുള്ളത് മുകളിലുള്ളതുമായിട്ട് കുറയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വ്യത്യാസം എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 30യും മുകളിലുള്ള 10ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും, 20 ആയിരിക്കും. അതേപോലെ ഈ 30യും ഈ 40യും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും, 10 ആയിരിക്കും. ഈ 40യും ഈ 60യും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും, 20 ആയിരിക്കും. സോ ഇതേ ലെവലിൽ 20, അടുത്തത് 30, അടുത്തത് 20, ഇതേ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് അവിടെ പഠിക്കാനായിട്ട്. അപ്പോൾ മാക്സിമം ഇക്വേഷൻസ് എല്ലാം ഇതേപോലെ എഴുതി വെച്ച് പഠിക്കാൻ നോക്കുക. ഫുൾ മാർക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാനായിട്ട് നോക്കുക. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടെ പറഞ്ഞുതരാം. അവിടെ AFC, AVC, AC എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ ആവറേജുകളെല്ലാം കിട്ടാനായിട്ട് ഈ കാണുന്ന T എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടല്ലോ, ഈ ടീകളെ നമ്മൾ ഇപ്പുറത്തുള്ള Q കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഓരോ ആൻസറും കിട്ടും. AFC കണ്ടുപിടിക്കാനായിട്ട് TFC/Q, അതേപോലെ AVC കണ്ടുപിടിക്കാനായിട്ട് TVC ഡിവൈഡഡ് ബൈ Q, അതേപോലെ തന്നെ AC കണ്ടുപിടിക്കാനായിട്ട് TC ഡിവൈഡഡ് ബൈ Q. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജുകളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഈ ടോട്ടലിനെ ക്വാണ്ടിറ്റി കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി എന്നുള്ളതും നമുക്ക് അവിടെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റ.